ഏതാനും 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു കുടുംബശ്രീയുടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കെ അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആശയമാണ് ഈ ഡയപ്പർ, അതുപോലെ തന്നെ ലേഡീസ് ഉപയോഗിക്കുന്ന നാപ്കിൻ, പിന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്നഗ്ഗി, ഇതൊക്കെ നമ്മളുടെ ഈ പാതയോരങ്ങളിൽ മലിനമാവുന്ന രീതിയിൽ ആ സന്ദർഭത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കുന്നത്. ഇത് നമ്മൾക്ക് എങ്ങനെ ഫലപ്രദമായി സംസ്കരിക്കാം. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് നമ്മൾ വിദ്യാരാജൻ എന്ന് പറഞ്ഞ ഈ ഫോർടെക് എഞ്ചിനീയറിംഗ് പൂങ്കുന്നം ഡയപ്പർ ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടന്നത്. അതിൻ്റെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ആസൂത്രണ സമിതിയും ചേർന്ന് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളുടെ ഡയപ്പർ ഡിസ്ട്രോയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് 6 വർഷമായിട്ട് കിടപ്പിലാണ്. ഡയപ്പർ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടേക്ക് താമസം മാറ്റിയപ്പം ഇവിടെ എളവള്ളി പഞ്ചായത്തിൽ ഇത് ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു, ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു ഇത് ഈ ഡയപ്പർ ഇവിടെ കൊടുക്കുക എന്നുള്ളത്.